മെഗ അങ്ങനെ അവസാനം CPM സമ്മതിച്ചിരിക്കുന്ന തോൽവി. നമ്മളെ ഗോവിന്ദ മാഷ് ചിരിയെല്ലാം പോയി. പ്രസന്നതയൊക്കെ നഷ്ടപ്പെട്ടു. അതായത് അദ്ദേഹത്തിന്റെ ഒരു ചിരി ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ അത് ചിരിയും പ്രസന്നതയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. പാർട്ടി എല്ലാം നശിപ്പിച്ചു. ഇനി ചിരിക്കരുത്, മേലാൽ ചിരിക്കരുത് എന്ന് അദ്ദേഹത്തിന് താക്കീത് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും CPM പറയുന്നത്, ഇപ്പൊ ഗോവിന്ദ മാഷ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്, തോൽവി ഞങ്ങൾ അംഗീകരിച്ചല്ലോ, ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, പക്ഷെ നമ്മൾ പാർട്ടി കമ്മിറ്റിയിലെ കാര്യങ്ങൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായത് വെള്ളാപ്പള്ളി നടേശനെതിരെയാണ്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനാണോ ഈ പാർട്ടിയെ നശിപ്പിച്ചത്? വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നവരെയാണല്ലോ നമ്മൾ നമ്മുടെ വിക്രം വേദ സിനിമയ്ക്കകത്ത് ഒരു കഥ പറയുമല്ലോ, ഈ ആളാണ് കൊന്നത്, കൊല്ലിച്ചത് ഇയാളാണ്. അപ്പൊ നമ്മൾ ആരെയാണ് കൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ചോദിക്കേണ്ടത്. വെള്ളാപ്പള്ളിയെ ആരാണ് കൊണ്ടുവന്നത്? ആരാണ് സ്റ്റേജിൽ കയറ്റി നിർത്തിയത്? വെള്ളാപ്പള്ളി പറഞ്ഞ പരാമർശങ്ങൾ മൗന സമ്മതം കൊടുത്ത് അടുത്ത് നിന്നത് ആരാണ്? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വരും. ചിലപ്പോൾ അവിടെ വിരൽ ചൂണ്ടാൻ ഭയമുള്ളത് കൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രവണത ഇവർ കാണിക്കുന്നത്. പാർട്ടി പറയുന്നത് വെള്ളാപ്പള്ളി ഓരോ വട്ടവും പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ ഓരോ വട്ടവും CPM-ന് ഏറ്റവും വലിയ ആഘാതങ്ങളാണ് ഉണ്ടാക്കിയത്. ആദ്യം പറഞ്ഞപ്പോഴും രണ്ടാമത് പറഞ്ഞപ്പോഴും മൂന്നാമത് പറഞ്ഞപ്പോഴും ഒക്കെ ഇത് അറിയാമായിരുന്നു, തിരിച്ചറിവുണ്ടായിരുന്നു. എന്നാലും എങ്ങാനും വോട്ട് കിട്ടിയാലോ എന്ന് വിചാരിച്ച് കൂടെ നിർത്തി പണി കിട്ടിയതാണ്. നല്ല കാര്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ആദ്യം പറഞ്ഞ ഗോവിന്ദ മാഷിന്റെ ചിരി പരാമർശങ്ങൾ ആണ് ഒന്ന് ആലോചിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ശൈലി മാറ്റണം എന്നാണ് പറയുന്നത്. അദ്ദേഹം പാർട്ടി വിട്ടുപോയ സമുന്നതരായ CPM നേതാക്കൾ എന്തെങ്കിലും പരാമർശം നടത്തുമ്പോഴാണ് ഞാൻ ഈ ചിരി പ്രത്യേക തരത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ G സുധാകരനെതിരെ, ഐഷ പൊറ്റിക്കെതിരെ, അതുപോലെ തന്നെ TK ഗോവിന്ദനെതിരെ, ഇവർക്കെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പുച്ഛച്ചിരി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴെല്ലാം കാലിൻ ചോട്ടിലെ മണ്ണൊലിച്ചു പൊക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ചിരിക്കുന്നത് മോശം കാര്യമൊന്നുമല്ല, ചിരിക്കുന്നതിനോട് ഞാൻ എപ്പോഴും യോജിക്കുന്നതാണ്. അദ്ദേഹത്തിന് ചിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ G സുധാകരൻ പാർട്ടി വിട്ടുപോയത് എന്തുകൊണ്ടാണ്? G സുധാകരൻ ഇല്ല, പാർട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് CPM ആണ് പാർട്ടി. ഈ ആത്മവിശ്വാസമാണ്, ഈ ഓവർ കോൺഫിഡൻസ് അവസാനം കുഴിയിൽ ചാടിക്കുമെന്ന് പറയുന്ന പോലെ ഓരോ തവണയും ഓരോ സ്ഥാനാർത്ഥികൾ, അതായത് ഓരോ ആളുകൾ CPM-ൽ നിന്നും വിട്ടുപോകുമ്പോഴും അത് പോകുന്ന ആരാണ്? ക്രെഡിബിലിറ്റി ഉള്ള നേതാക്കന്മാരാണ്. G സുധാകരനെ പോലെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള നേതാവ്, ഐഷ പോറ്റിയെ പോലെ അത്രത്തോളം കൊട്ടാരക്കരയിൽ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച അത്രത്തോളം ഒരു മുഖമായിട്ടുള്ള ഒരാള്. കണ്ണൂർ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞികൃഷ്ണൻ പോകുമ്പോഴാണ് വലിയ ആഘാതം കണ്ണൂർ ഉണ്ടാകുന്നത്. അതേപോലെ TK ഗോവിന്ദൻ. ഞാൻ എപ്പോഴും പറയുന്ന മറ്റൊരു കാര്യമാണ്, CPM കോൺഗ്രസിൽ നിന്നും ഒരു ബ്ലോക്ക് പ്രസിഡന്റോ മണ്ഡലം പ്രസിഡന്റോ പോകുന്നതല്ല, CPM-ൽ നിന്നും ഒരു ഏരിയ സെക്രട്ടറി പോയി കഴിഞ്ഞാൽ അതവർക്ക് വലിയ ക്ഷീണമാണ്. പക്ഷെ അവർ പറയില്ല. പക്ഷെ അത് അടിത്തട്ടിൽ ഇവരാണല്ലോ അടിത്തട്ടിലെ സഖാക്കന്മാരുമായിട്ടും അടിത്തട്ടിലെ ജനങ്ങളുമായിട്ടും എപ്പോഴും നിൽക്കുന്നത്. അതെ, CPM-ന്റെ പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. അവരുടെ ഏറ്റവും വലിയ നേതാക്കൾ പോയാൽ അവർ സമ്മതിക്കില്ല, തോൽവി സമ്മതിക്കില്ല, തിരിച്ചടി സംഭവിച്ചു എന്ന് സമ്മതിക്കില്ല, ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് സമ്മതിക്കില്ല. സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ 6 റൗണ്ടുകൾ പിന്നിൽ പോയപ്പോൾ അതും പരാജയമായി അവർ അംഗീകരിക്കുന്നില്ല. ഇതൊന്നും അംഗീകരിക്കാൻ അവർ തയ്യാറില്ല. തങ്ങളുടെ പ്രശ്നങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ് പാർട്ടിക്ക് വെട്ടിയ കുഴിയിലെ ആദ്യത്തെ മണ്ണെടുത്തത് അവിടെ നിന്ന് തന്നെ വേണം പറയേണ്ടിയിരിക്കുന്നത്. അതുപോലെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു, അതിന്റെ കാരണം വിശകലനം ചെയ്യുകയാണ്. ഇത്രയും ദിവസം അവർക്ക് ഇച്ചിരി പരിപാടി ഉണ്ടായിരുന്നു, ഇത്രയും ദിവസം തിരക്കായിരുന്നു. കാരണം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് വരെ കോൺഗ്രസ്സുകാരെ ട്രോളുക എന്നുള്ള ഉദ്യമത്തിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. മുൻ മന്ത്രിമാരുൾപ്പെടെ ഇതിനെതിരെ സംസാരിക്കുന്നു, അതിനെ കളിയാക്കി പറയുന്നു. അപ്പൊ മുഖ്യമന്ത്രി വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഇനി എന്താണ് ക്രിയാത്മക പ്രതിപക്ഷത്തിരിക്കുക. അവർ തന്നെ നേരത്തെ അവകാശപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്നതിനേക്കാൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെയാണ് നിങ്ങൾ ഭയക്കേണ്ടതെന്ന് പറയുന്നത് സത്യമാണ്. കാരണം എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ ചെയ്യിപ്പിക്കാതിരിക്കുന്നതിനോടാണ് ഇവർക്ക് ബേസിക്കലി. നിയമസഭയിൽ തന്നെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, പഴയ വിജയനായിരുന്നെങ്കിൽ എന്റെ മറുപടി ഇതൊന്നും അല്ല. VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, പഴയ വിജയനെ ഞങ്ങൾക്ക് പേടിയില്ല, പുതിയ വിജയനെ ഞങ്ങൾക്ക് പേടിയില്ല. പക്ഷെ VD സതീശന്റെ ഒരു രാഷ്ട്രീയ മാന്യത നമ്മൾ കാണണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്ന സാഹചര്യത്തിലും അദ്ദേഹം എല്ലാവരെയും ചേർത്ത് നിർത്തുന്നുണ്ട്. ഇപ്പം ആദ്യമേ KC വേണുഗോപാൽ എന്റെ നേതാവാണ്, എന്തുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് മാത്രമേ മന്ത്രിസഭ തീരുമാനിക്കുന്നതിലും എല്ലാ കാര്യത്തിലും നിൽക്കൂ. അതേ
പ്രസ്താവന രമേശ് ചെന്നിത്തലയോട് ചോദിച്ചിട്ട് മാത്രമേ മന്ത്രിസഭ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാകൂ, അങ്ങനെ എല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നീട് പോയത് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രിയുമായി ചേർന്ന് കൈ കൊടുത്ത് എല്ലാ പിന്തുണയും വാങ്ങിച്ചതിന് ശേഷമാണ് അദ്ദേഹം. അതൊരു മറ്റൊരു രീതിയാണ്, ഒരു ഏകാധിപതി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്കൊന്ന് അദ്ദേഹം രാഷ്ട്രീയ പ്രതികാരം തീർക്കണം. മധുര പ്രതികാരം എന്നൊക്കെ കേട്ടില്ലേ, അതേപോലെ ഓരോ ആളുകളോടും തന്നെ ഇത്രയും നാളും മാറ്റി നിർത്തിയിരുന്ന ആളുകളോട്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആരും ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. എന്നാലും ഇവര് തമ്മിൽ കാണും. പക്ഷേ വീട്ടിൽ പോയി ആദ്യം പിണറായി വിജയനെ കണ്ടതിന് ശേഷം മുഖ്യമന്ത്രി ആകാൻ പോകുന്നു, സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. പലരും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് കാണാൻ പോകുന്നത്. പക്ഷെ ഇതൊരു മധുര പ്രതികാരമാണ് പിണറായി വിജയനോടുള്ള. അപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും CPM-നെ സംബന്ധിച്ച് CPM-ന് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖത്തെ എടുക്കാനില്ലാതെ പോയി എന്നത് CPM-നെ സംബന്ധിച്ച് വലിയൊരു നാണക്കേടാണ്. തീർച്ചയായിട്ടും. ഇനി അടുത്തു വരുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കിയില്ല എന്നുള്ള ചോദ്യത്തിലേക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ തന്നെ മറ്റൊരു പോസ്റ്റ് കാണുകയാണ്. അടുത്ത 2 വർഷത്തിന് ശേഷം നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കസേരയിൽ നിന്ന് മാറിയിരുന്നുകൊണ്ട് മുഹമ്മദ് റിയാസിനെ അവിടേക്ക് എടുത്തിരുത്താനുള്ള സാധ്യതയാണ് ഇനി കാണാനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും രാഹുൽ ചോദിച്ച ചോദ്യമാണ്. ആകെ 3 പേരുകൾ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ലൈനിൽ നമ്മൾ കേട്ടത്. പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ. ഇതിനപ്പുറത്തേക്ക് ഒരു നേതാവിന്റെ പേരെടുത്ത് വെക്കാൻ അവർക്കില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ പോലും ഒരു പേര് പോലും മുന്നോട്ട് വന്നിട്ടില്ല. യുവനിരയിൽ ഒരാളില്ല, മുതിർന്ന നിരയിൽ ഒരാളില്ല. അത് തന്നെയാണ് CPM-ന്റെ പതനം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 35 പേർ ജയിച്ചിട്ടുണ്ടെങ്കിൽ 35 പേരെ മുന്നിലേക്ക് നിർത്തി ഇവരെല്ലാം യോഗ്യരാണെന്ന് പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ തിരിച്ച് UDF ക്യാമ്പിലേക്ക് വരികയാണെങ്കിൽ ഈ ജയിച്ച ഇത്രയും പേർ 102 പേരും യോഗ്യരാണെന്ന് തന്നെയാണ് അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് UDF-ന്റെ വിജയം എന്ന് പറയുന്നത്. ഇനി 5 വർഷം കഴിഞ്ഞ് വീണ്ടും അവർക്ക് ആ ഒരു നിലയിലേക്ക് CPM-ന്റെ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നല്ലത്. നാടും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. ഞാൻ അതിൽ അത്ഭുതപ്പെട്ടു പോയത് CPM അവരുടെ തോൽവി അംഗീകരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. CPM-നെ പോലെ ലോകോത്തര പാർട്ടി അവരുടെ വിജയം അംഗീകരിക്കുകയാണ്. ലോകോത്തര പാർട്ടി അവരുടെ തോൽവി അംഗീകരിക്കാണ്. ഞങ്ങൾ തോറ്റുപോയി. ആദ്യത്തെ നിമിഷം സ്വരാജിനെ പോലെ കൃത്യമായിട്ട് മധുരസ്വരത്തിൽ പറയാൻ അറിയുന്ന, താത്വികമായി പറയാൻ അറിയുന്ന അദ്ദേഹം വളരെ വിശാലമായിട്ട് എഴുതുകയാണ്, ഈ ജനങ്ങൾ എന്ത് വിഡ്ഢികളാണ്, രാഷ്ട്രീയവാദികൾ എന്ന് എണ്ണി തീർന്നിട്ടില്ല. വോട്ട് എണ്ണി തീരുന്നതിന് മുൻപ് ഫേസ്ബുക്കിൽ അങ്ങ് എഴുതി വിടുകയാണ് കേരളം രാഷ്ട്രീയവാദികളുടെ കൂടാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇത്ര വോട്ടുകൾ 70,000 സംതിങ് വോട്ടുകൾ ഉണ്ടായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിന്. അപ്പൊ അത്രയും വോട്ടുകൾ കൊടുത്ത വർഗീയവാദികളാണ് ഈ കേരളത്തിന്റെ ശാപം എന്നൊക്കെ പറയുന്നത്. അപ്പൊ വർഗീയവാദികളാണ്. അവരെ ജയിപ്പിക്കുകയാണെങ്കിൽ അതായത് UDF-നെ ആരെങ്കിലും വിജയിപ്പിക്കുകയാണെങ്കിൽ അവരെല്ലാം വർഗീയവാദികൾ, തങ്ങളെ ആരെങ്കിലും വിജയിപ്പിക്കുകയാണെങ്കിൽ അവരെല്ലാം നന്മ നിറഞ്ഞ ജനാധിപത്യ വിശ്വാസികൾ. ഇവരുടെ ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സ്വരാജൊക്കെ എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. STPI ഇവർക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഞങ്ങൾക്ക് STPയുടെ പിന്തുണ വേണ്ട എന്നൊരു വാക്ക് CPM-ൽ നിന്നും ഏതെങ്കിലും ഒരു നേതാവ്, ആരെങ്കിലും ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവരൊരു ജനാധിപത്യ നിലപാടാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. പക്ഷെ എന്താണ് സംഭവിച്ചത്? STPയുടെ പിന്തുണ CPM-നാണ്. വർഗീയ പാർട്ടികളുടെ എല്ലാം പിന്തുണ CPM വാങ്ങാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം. അത് CPM-നെ വലിയ രീതിയിൽ നാണം കെടുത്തിയെന്നത് ഒരു വസ്തുതയാണ്. ഇവരാരും പുറത്ത് പറയില്ല എങ്കിലും ഇവരുടെ എല്ലാം ഉള്ളിൽ കൃത്യമായിട്ടുണ്ട്. വർഗീയവാദികളുടെ വോട്ട് വാങ്ങിച്ചത് കൊണ്ടാണ്. വർഗീയത അത് STPയുടെ മാത്രമല്ലല്ലോ. ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതലും വർഗീയതയ്ക്ക് ആക്കം കൂട്ടിയിട്ടുള്ളത്. മലപ്പുറത്തേക്ക് വന്നിട്ട് മലപ്പുറത്തെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് ചിത്രീകരിക്കുമ്പോൾ ഒരു വട്ടം പോലും പിണറായി വിജയന് സഹോദര, സുഹൃത്തെ, മതി, ഇത്രയൊക്കെ മതി, നമുക്ക് ജയിക്കാനുള്ളതൊക്കെ ആയി ഒന്ന് നുള്ളിയിരുന്നെങ്കിൽ. അതെ, ഇടയ്ക്ക് വെച്ച് എപ്പോഴോ ഇതെല്ലാം കഴിഞ്ഞ് ശബരിമല വിഷയത്തിൽ മൊത്തത്തിൽ പാളി കഴിഞ്ഞപ്പോ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഒരു കസാരയുടെ ഗ്യാപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യൻ കലിപ്പിലാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു വിഷ്വൽ ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം മുഖ്യമന്ത്രി കാറിൽ കയറ്റുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ വർഗീയ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒരു വാക്കുകൊണ്ട് ഇനി നീ അങ്ങനെ സംസാരിക്കരുത്, അല്ലെങ്കിൽ ഒരു കേസെങ്കിലും എടുത്താൽ മതിയായിരുന്നു. അപ്പൊ അവർക്ക് തമ്മിൽ പറയാൻ കഴിയില്ലെങ്കിൽ ഒരു കേസ് എടുത്താൽ മതിയായിരുന്നു. അതെ, ഈ MM മണിയും AK ബാലനും പോലുള്ള നേതാക്കളൊക്കെ മോശം പരാമർശങ്ങൾ നിർത്തിയത് അവർക്ക് വെളിവ് വന്നതുകൊണ്ടല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിളിച്ച് ഇനി അങ്ങനെ ചെയ്ത
പണി തരും എന്നുള്ള നിർദ്ദേശം കൃത്യമായി കൊടുത്തതുകൊണ്ടാണ് അവർ നിർത്തിയത്. അത് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആയിരുന്നു, അവിടെയും അത് ചെയ്യാമായിരുന്നു. എന്നാലും വർഗീയത പറഞ്ഞ് കുറച്ച് വോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള വിചാരമാണ് CPM-നെ ഇത്രയും വലിയ പടുകുഴിയിൽ എത്തിച്ചത്.